നമസ്കാരം. നമ്മുടെ ജീവിതം ആകെ തിരക്ക് പിടിച്ച ഒന്നാണ്. അതുപോലെ തന്നെ ആർക്കും സമയമില്ല. നമ്മൾ നിരന്തരം യാത്ര ചെയ്യുന്നവരുമാണ്. ഇപ്പം നമ്മൾ ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട് പോകുന്നു. റെയിൽവേ സ്റ്റേഷൻ ചെയ്യുമ്പോൾ വലിയ ക്യൂ. അതേപോലെ തന്നെ ചിലപ്പം 500 രൂപയുടെ നോട്ടായിരിക്കും നമ്മുടെ ഉണ്ടായിരിക്കുക. അപ്പം ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കൗണ്ടറിലിരിക്കുന്ന ആളുമായിട്ടും അതുപോലെ പുറകിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്നവരുമായിട്ടും ആകെ കശപിശ ഉണ്ടാകുന്ന ഒരു കാലം. ഇതായിരുന്നു നമ്മുടെ ഇതുവരെയുള്ളൊരവസ്ഥ. എന്നാൽ നമുക്ക് അൺറിസർവ്ഡ് ടിക്കറ്റ്സ് ഈ ഹ്രസ്വദൂര ട്രെയിനുകളിൽ, ലോക്കൽ ട്രെയിനുകളിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷൻ ഇന്ന് റെയിൽവേ ഇറക്കിയിട്ടുണ്ട്. അതാണ് അൺറിസർവ്ഡ് ടിക്കറ്റിംഗ് സിസ്റ്റം, അതായത് UTS. ഇത് നമ്മൾ നമ്മുടെ സ്വന്തം മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ കൂടി വേണം ടിക്കറ്റ് എടുക്കാൻ. അതിൽ കൂടി കിട്ടുന്ന ടിക്കറ്റ് മാത്രമേ റെയിൽവേ അനുവദിക്കുകയുള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും എടുത്ത് സ്ക്രീൻഷോട്ട് അയച്ചാലൊന്നും റെയിൽവേ അത് സമ്മതിക്കില്ല. ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആപ്പാണ്. ഇതിൽ കൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ടിക്കറ്റ് എടുക്കാം. അപ്പം നമുക്ക് ഈ ഡിജിറ്റൽ കാലത്ത് നമ്മൾ സാധാരണ റെയിൽവേ അതുപോലെ തന്നെ വാട്ടർ ബില്ല്, അതുപോലെ കറണ്ട് ബില്ല്, ഇതൊക്കെ നമ്മൾ കൊടുക്കാറില്ലേ? അതേപോലെ തന്നെ ഈ റെയിൽവേ ടിക്കറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞുതരാം. മറ്റൊരു ഓപ്ഷൻ കൂടിയുണ്ട്. ഈ UTS ഉപയോഗിച്ച് നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ അവൈലബിൾ ആയിട്ടുള്ള QR കോഡ് വെച്ച് നമുക്ക് ടിക്കറ്റ് എടുക്കാം. നമ്മുടെ സ്വന്തം മൊബൈൽ നമ്മൾ UTS ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇതാണ്. ഇത് തൊടുമ്പോൾ ഹോം പേജ് വരും. ഈ ഹോം പേജിൽ ഏറ്റവും മുകളിൽ 3 കുത്ത് കാണും. അതിൽ തൊടുമ്പോൾ രജിസ്റ്റർ ഹോം നോട്ടിഫിക്കേഷൻ കാണും. അപ്പോൾ അതിൽ രജിസ്റ്റർ തൊടുക. കാരണം നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ കൊടുക്കണം, നമ്മുടെ പേര് തെറ്റാതെ കൊടുക്കണം, അതുപോലെ ഒരു പാസ്വേഡ്. ആ പാസ്വേഡ് ഒന്നുകൂടെ കൊടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് കൊടുക്കണം. അത് കഴിഞ്ഞ് ഡേറ്റ് ഓഫ് ബർത്ത് അതിനകത്ത് കൊടുക്കണം. പിന്നെ ഇതിൽ ആക്സെപ്റ്റ് അവരുടെ റൂൾസ് ഒക്കെ റെഗുലേഷൻസ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ടിക്ക് കൊടുക്കുക. നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTPക്ക് നമ്മൾ കൊടുക്കണം. ജനറേറ്റ് OTP എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു OTP ഇടും. അത് നമ്മളിവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. എന്നിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. സബ്മിറ്റ് സക്സസ്ഫുള്ളായി. അത് നമ്മൾ രജിസ്റ്റർ ചെയ്തു എന്നർത്ഥം. സക്സസ്ഫുള്ളായി രജിസ്റ്റർ ചെയ്തു. നമ്മൾ UTS ആപ്ലിക്കേഷൻ സ്വന്തം മൊബൈൽ ഡൗൺലോഡ് ചെയ്തു, സക്സസ്ഫുള്ളായിട്ട് രജിസ്റ്റർ ചെയ്തു. ഇനി എങ്ങനെയാണ് അൺറിസർവ്ഡ് ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. നിങ്ങൾ ആദ്യം UTSൻ്റെ ഐക്കോൺ ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ ഒരു ഹോം പേജ് കാണാൻ പറ്റും. ഈ ഹോം പേജിൻ്റെ താഴെ നോർമൽ ബുക്കിംഗ് എന്നൊരു ഹെഡിങ് കാണാം. നോർമൽ ബുക്കിങ്ങിൻ്റെ താഴെ 2 ഓപ്ഷൻസ് കാണാം. ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ്, ബുക്ക് ആൻഡ് പ്രിൻ്റ് പേപ്പർ. ട്രെയിൻ യാത്രയ്ക്കിടെ നമുക്കെല്ലാവർക്കും ടിക്കറ്റ് മൊബൈലിൽ കാണിക്കുന്നതാണല്ലോ സൗകര്യം. അതുകൊണ്ട് നമുക്ക് ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ് ഓപ്റ്റ് ചെയ്യാം. ഇനി വേറെ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്, ബുക്ക് ആൻഡ് പ്രിൻ്റ് പേപ്പർ. അതായത് UTSൽ ടിക്കറ്റ് എടുത്തിട്ട് സ്റ്റേഷനിൽ ചെന്ന് അവിടുത്തെ കൗണ്ടറിൽ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കാം. ഈ പറയുന്ന രീതിയും ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഇനി നിങ്ങൾ ബുക്ക് ആൻഡ് ട്രാവൽ പേപ്പർലെസ്സിൽ തൊടുക. താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിപ്പാർട്ട് ഫ്രം സ്റ്റേഷൻ നെയിം എന്ന് എഴുതിയേക്കുന്നത്. ഉദാഹരണത്തിന് എനിക്കിപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണ് പോകേണ്ടതെന്ന് വിചാരിക്കുക. ഞാൻ സ്റ്റേഷൻ നെയിം സെലക്ട് ചെയ്യണം. അപ്പോൾ എൻ്റർ സ്റ്റേഷൻ നെയിം എന്നൊരു ഓപ്ഷൻ വരും. അവിടെ തിരുവനന്തപുരം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ തിരുവനന്തപുരം എന്ന് താഴെ എഴുതി വരും. അത് സെലക്ട് ചെയ്യുക. ഇനി രണ്ടാമതായിട്ട് ഗോയിങ് ടു സ്റ്റേഷൻ നെയിം എന്ന് കാണുന്നില്ലേ? അവിടെ തൊടുക. അപ്പോൾ എൻ്റർ സ്റ്റേഷൻ നെയിം എന്നൊരു ഓപ്ഷൻ വരും. എനിക്ക് പോകേണ്ടത് കൊല്ലത്തേക്കാണ്. അപ്പോൾ ഞാൻ കൊല്ലം എന്ന് ടൈപ്പ് ചെയ്യും. അപ്പോൾ താഴെ വലുതായി കൊല്ലം എന്ന് എഴുതി കാണാം. അത് ഞാൻ സെലക്ട് ചെയ്യും. ഇത് രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ട ട്രെയിൻ ഏതാണെന്ന് അറിയാമെങ്കിൽ നേരെ ഗെറ്റ് ഫെയർ എന്നതിൽ തൊട്ട ശേഷം ഫെയർ എത്രയെന്ന് മനസ്സിലാക്കി ടിക്കറ്റ് എടുക്കും. ഇനി അതല്ല, ഏത് ട്രെയിൻ ആണെന്ന് അറിയില്ലെങ്കിൽ നെക്സ്റ്റ് ട്രെയിൻ എന്ന ഓപ്ഷൻ താഴെ കാണുന്നുണ്ടല്ലോ. അത് ക്ലിക്ക് ചെയ്താൽ തിരുവനന്തപുരത്ത് നിന്നും അടുത്ത 4 മണിക്കൂറിനുള്ളിൽ പുറപ്പെടുന്ന എല്ലാ ട്രെയിനുകളുടെയും ഡീറ്റെയിൽസ് കാണാൻ കഴിയും. ഇനി ബാക്കിലേക്ക് പോകണം. ടിക്കറ്റ് എടുക്കാനായി ഗെറ്റ് ഫെയർ തൊടുക. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുവാനുള്ള പേജ് ഓപ്പൺ ആവും. ഇപ്പോൾ 2 പേരാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അഡൾട്ട് എന്ന് കാണിക്കുന്ന സ്ഥലത്ത് -+ ചിഹ്നം കാണാം. അതിൽ പ്ലസ് അടിച്ചു കൊടുത്താൽ 1 എന്നത് 2 എന്ന് കാണാം. പിന്നെ നിങ്ങളുടെ കൂടെ ചെറിയൊരു കുട്ടിയുണ്ട് എന്ന് വിചാരിക്കുക. ചൈൽഡ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അവിടെ പ്ലസ് എന്നടിച്ചാൽ 0 മാറി 1 എന്നാകും. ഇനി താഴേക്ക് പോകുമ്പോൾ ടിക്കറ്റ് ടൈപ്പ് ജേർണി എന്ന് കണ്ടില്ലേ?
അവിടെ ഒന്നും മാറ്റേണ്ടതില്ല. തൊട്ടു താഴെ ക്ലാസ് എന്നിടത്ത് സെക്കൻഡ് എന്നെഴുതിയിട്ടുള്ളത് കാണാം. അതും മാറ്റണ്ട, അങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി ട്രെയിൻ ടൈപ്പ് എന്നൊരു ഓപ്ഷൻ കണ്ടോ? അവിടെ മെയിൽ എക്സ്പ്രസ് എന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. ചെന്നൈ മെയിൽ, വഞ്ചിനാട് പോലെയുള്ള എക്സ്പ്രസ് ട്രെയിനുകളാണെങ്കിൽ മെയിൽ എക്സ്പ്രസ് എന്ന് സെലക്ട് ചെയ്യുക. ഇനി കേരള പോലുള്ള സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകളാണെങ്കിൽ സൂപ്പർ ഫാസ്റ്റ് എന്ന് സെലക്ട് ചെയ്യുക. ഇനി അതല്ല പാസഞ്ചർ മെമു ട്രെയിനുകളാണെങ്കിൽ ഓർഡിനറി സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ ഓർഡിനറി സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ടൈപ്പ് ഉണ്ട്. അതിൽ അതേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആർ വാലറ്റ് എന്നൊരു ഓപ്ഷനും അതിൻ്റെ താഴെ പേ യൂസിങ് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ്, UPI എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളും വരും. ആർ വാലറ്റിൽ പണം ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് ടിക്കറ്റ് എടുക്കാം. അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ്, GPay അഥവാ UPI, ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ് എന്നിങ്ങനെ സൗകര്യമുള്ളത് സെലക്ട് ചെയ്ത് ടിക്കറ്റിനുള്ള പണം കൊടുക്കാം. ഇനി നിങ്ങൾക്ക് കൺസെഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഹാൻഡിക്യാപ്ഡ്, ഡെഫ് ആൻഡ് ഡെം അങ്ങനെ വല്ലതും ആണെങ്കിൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് ടിക്കറ്റ് ചാർജിൽ കൺസെഷൻ നേടാവുന്നതാണ്. ഇനി താഴെ ടിക്കറ്റ് സമ്മറി എന്ന് കാണാമല്ലോ. അവിടെ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ശരിയാണ്, നിങ്ങൾ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ശരിയാണ് എന്ന് ഉറപ്പുവരുത്തുക. അതിൽ ടോട്ടൽ ഫെയറും എഴുതിയിട്ടുണ്ടാവും. ഞാൻ കൊടുത്ത വിവരം അനുസരിച്ച് ടിക്കറ്റ് ചാർജ് 50 രൂപ എന്ന് എഴുതി വന്നിട്ടുണ്ട്. ഇനി താഴെ ബുക്ക് ടിക്കറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് പോകും. ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്, Paytm അല്ലെങ്കിൽ മൊബിക്വിക്ക്. ഇതിൽ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്ത് പേയ്മെൻറ്റ് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ പണം കൊടുത്താൽ യാത്ര ടിക്കറ്റായി. ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് പോകാം, ട്രെയിനിൽ കയറാം. അപ്പോൾ പ്ലാറ്റ്ഫോമിലോ ട്രെയിനിലോ വെച്ച് റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ടിക്കറ്റ് മൊബൈലിൽ കാണിക്കേണ്ടതെന്ന് ഞാൻ പറയാം. നമ്മൾ വീണ്ടും ഐക്കണിൽ തൊടുന്നു. ഐക്കണിൽ തൊടുമ്പോൾ ഇതുപോലൊരു പേജ് വരും. ഈ പേജിൻ്റെ ഏറ്റവും വലത്തേ അറ്റത്ത് മുകളിലായിട്ട് സീസൺ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടോ? അതിൻ്റെ താഴെ ഷോർട്ട് ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. അവിടെ തൊടുക. അവിടെ തൊടുമ്പോൾ ഡീറ്റെയിൽസ് ഉണ്ട്, ട്രെയിനിൻ്റെ ടിക്കറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. നമ്മൾ ഇനി വ്യൂ ടിക്കറ്റ് തൊട്ടാൽ മതി. അപ്പോൾ ടിക്കറ്റിലേക്ക് പോകും. UTS ഉപയോഗിച്ച് സീസൺ ടിക്കറ്റ് എടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഐക്കണിൽ തൊടുക. അപ്പോൾ അതാ ഇങ്ങനെ ഒരു ഹോം പേജ് വന്നില്ലേ? അപ്പോൾ അതിന് ഏറ്റവും മുകളിൽ വലത്തേ അറ്റത്തായിട്ട് സീസൺ ടിക്കറ്റ് എന്ന് കണ്ടോ? അതിൽ തൊടുക. അതിൽ തൊടുമ്പോൾ നമുക്കറിയാം, ഇപ്പം റിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ റിന്യൂ ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഓപ്ഷൻ ഉണ്ട്. പുതുതായിട്ട് എടുക്കണമെങ്കിൽ ഇഷ്യൂ ടിക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പുതുതായിട്ട് എടുക്കുന്നത് നോക്കാം. ഇഷ്യൂ ടിക്കറ്റ് അത് ബുക്ക് ആൻഡ് പേപ്പർലെസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇഷ്യൂ ടിക്കറ്റ് തൊടുക. ഇഷ്യൂ ടിക്കറ്റ് തൊടുമ്പോഴത്തേക്കും നമുക്ക് ഫ്രം സ്റ്റേഷൻ അതുപോലെ ടു സ്റ്റേഷൻ അത് കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. ട്രെയിൻ ടൈപ്പ് എന്നുള്ളിടത്ത് മെയിൽ എക്സ്പ്രസ് എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ ക്ലാസ് സെക്കൻഡ്, അതുപോലെ ഡ്യൂറേഷൻ എന്നുള്ളിടത്ത് നമുക്ക് മന്ത്ലി എടുക്കാം, ക്വാർട്ടർലി എടുക്കാം, 6 months എടുക്കാം, അതുപോലെ 1 വർഷത്തേക്ക് എടുക്കാം. അത് കഴിഞ്ഞ് പേര് കൊടുക്കാം, പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാം, പിന്നെ ID കാർഡ് നമ്പർ, ഏത് ID ആണെന്ന് ഉദ്ദേശിക്കുക ആ ID കാർഡ് നമ്പർ കൊടുക്കാം. പിന്നെ ആർ വാലറ്റിലോ അല്ലെങ്കിൽ മൊബിക്വിക്കോ അല്ലെങ്കിൽ UPI വഴിയോ ഒക്കെ പണം അടച്ചാൽ സീസൺ ടിക്കറ്റ് കിട്ടും. ഇപ്പം നമ്മൾ UTS ഉപയോഗിച്ച് നമുക്കിനി പ്ലാറ്റ്ഫോം ടിക്കറ്റ് കൊടുക്കാം. അതിന് വളരെ ഈസിയാണ്. നമ്മൾ ആ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ മുകളിൽ കാണുമല്ലോ, അത് തൊടുക. അത് തൊടുമ്പോഴത്തേക്കും നമുക്ക് ഏത് സ്റ്റേഷനിൽ നിന്നാണ് അത് കൊടുക്കണം. അതുപോലെ തന്നെ എത്ര പേരാണ്, മാക്സിമം 4 പേർക്ക് എടുക്കാൻ പറ്റുള്ളൂ, അത് നമ്മൾ കൊടുക്കണം. അതുപോലെ ആർ വാലറ്റിലാണെങ്കിൽ അങ്ങനെ കൊടുക്കണം. അല്ലെങ്കിൽ പേയ്മെൻറ്റ് ഏത് ടൈപ്പ് വേണമെങ്കിലും പേയ്മെൻറ്റ് കൊടുക്കാം. അത് കഴിഞ്ഞ് നമ്മൾ ബുക്ക് ടിക്കറ്റ് കൊടുക്കുമ്പോൾ ഇത് പ്ലാറ്റ്ഫോം ടിക്കറ്റായി. പിന്നെ വ്യൂ ടിക്കറ്റ് കാണിച്ചാൽ മതി. എൻ്റെ ഫോണിൽ iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണുള്ളത്. ആൻഡ്രോയിഡ് ഫോണിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ UTSനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അപ്ഡേഷൻസ് വരും. കാലത്തിനനുസരിച്ച് ജനങ്ങൾക്ക് കൊടുക്കേണ്ട സൗകര്യത്തിനനുസരിച്ച് ചില മാറ്റങ്ങളൊക്കെ വരും. നിങ്ങളത് ശ്രദ്ധിച്ചോണം. UTS ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് റെയിൽവേ ടിക്കറ്റ് എടുക്കാം, പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കാം, സീസൺ ടിക്കറ്റ് എടുക്കാം. അത് വളരെ എളുപ്പമാണ് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷന് പുറത്ത് എവിടെ നിന്ന് വേണമെങ്കിലും ടിക്കറ്റ് എടുക്കാം. പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ ഈ ആപ്പ് ഉപയോഗിച്ച് QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാം. തിരുവനന്തപുരം പോലെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ ഇതുപോലത്തെ ഫെസിലിറ്റി ഉണ്ട്. പിന്നെ മറ്റ് സ്റ്റേഷനുകളിൽ നിങ്ങൾ അന്വേഷിക്കുക ഇതെവിടെയാണ് ഉള്ളതെന്ന്.
ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം.